എല്ലാവർക്കും ഗുഡ് മോർണിംഗ്. ഞാൻ ഇന്നലെ ഈ വീഡിയോ അപ്ലോഡ് ചെയ്തതായിരുന്നു, പക്ഷേ ഈ വീഡിയോ എനിക്ക് ഡിലീറ്റ് ആക്കേണ്ടി വന്നു. കാരണം എൻ്റെ തന്നെ രണ്ട് ശബ്ദം കേട്ടപ്പോൾ എനിക്ക് ഭയങ്കര ഒരു അപാകത. അപ്പോൾ ഞാൻ ഡിലീറ്റ് ആക്കിയതാണ്. സോറി, എല്ലാവരും എന്നോട് ക്ഷമിക്കണം കേട്ടോ. അപ്പോൾ ഇന്ന് നമ്മൾ രാവിലെ തന്നെ പരിപ്പും മുരിങ്ങക്കോലും തക്കാളിയും കൂടിയാണ് കറി വയ്ക്കാൻ പോകുന്നത്, തേങ്ങ അരച്ചിട്ട്. അതിനോടൊപ്പം മുരിങ്ങയില പരിപ്പിട്ട് തോരൻ വെക്കുന്നുണ്ട്. എൻ്റെ കുട്ടിക്കാലത്ത് ഞങ്ങൾ വീട്ടിൽ കുറേ ആൾക്കാരുണ്ടായിരുന്നു, കൂട്ടുകുടുംബമായിരുന്നു. കുറേ ആളുകളെന്ന് വെച്ചാൽ കിടക്കാൻ പോലും സ്ഥലമില്ലാത്തൊരു അവസ്ഥ, അങ്ങനത്തെ ഒരു വീടായിരുന്നു കേട്ടോ. പക്ഷേ എൻ്റെ വീട് നല്ല രസമായിരുന്നു. വീട്ടിൽ എല്ലാവരും കൂടെ, വെല്ലിച്ചൻ്റെ വീട്ടിൽ അവിടുത്തെ അമ്മച്ചിയും, ഞാൻ വെല്ലുമ്മേന്ന് വിളിക്കാറില്ല, അമ്മേന്നാണ് വിളിക്കാറ്. ഞാൻ ജനിച്ച് വർത്താനം പറയാൻ കാലം തുടങ്ങി, അമ്മേന്ന് വിളിക്കണ കാലം തുടങ്ങിയിട്ട് വെല്ലുമ്മേനെ അമ്മേന്നാണ് വിളിക്കാറ്. എൻ്റെ അമ്മേനെ അത് കഴിഞ്ഞിട്ടാണ് പിന്നെ ഞാൻ വിളിക്കാൻ തുടങ്ങിയതൊക്കെ. അപ്പോൾ എൻ്റെ അമ്മ വീട്ടിലൊക്കെ ഉണ്ടാക്കുന്നൊരു കറികളിൽ എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ളൊരു കറിയാണ് പരിപ്പും മുരിങ്ങക്കോലും തക്കാളി. പക്ഷേ ഇതിൻ്റെ കൂടെ ചക്കക്കുരു ഇട്ട് വയ്ക്കാം, മാങ്ങ ഇട്ട് വയ്ക്കാം, തക്കാളിക്കും പകരം അങ്ങനെയൊക്കെ വയ്ക്കാറുണ്ട് വീട്ടിലാണെങ്കിൽ കുറേ ആളുകളുള്ള കാരണം പലർക്കും പല ടേസ്റ്റുകളാണ്. പകുതി പേര് മീൻ ഇറച്ചിയും കഴിക്കണവരും കുറച്ച് പേര് പച്ചക്കറി കഴിക്കണവരും ആണ്. അപ്പോൾ വീട്ടിൽ നിന്നും മീൻ കറി ഉണ്ടാകും, അതിനോടൊപ്പം തന്നെ പച്ചക്കറി ഉണ്ടാകും. ഇങ്ങനത്തെ എന്തെങ്കിലും തേങ്ങ അരച്ചിട്ടുള്ള കറികളും ഒക്കെയാണ് വയ്ക്കാറ്. അത് ഭയങ്കര നീട്ടത്തിലാണ് വയ്ക്കാറ്, കാരണം അന്ന് തേങ്ങ കിട്ടാൻ ക്ഷാമം, അങ്ങനെയൊക്കെ ബുദ്ധിമുട്ടും. ഇന്നാണെങ്കിൽ വില കൂടുതലും, അങ്ങനെ വ്യത്യാസങ്ങളുണ്ടല്ലോ. അപ്പോൾ അമ്മയാണെങ്കിൽ കുറേ കറികളൊക്കെ നന്നായിട്ട് വയ്ക്കും. അതുപോലെ ഞാനൊരു 7ാം ക്ലാസ്സിലേക്കൊക്കെ ആയപ്പോൾ തുടങ്ങി എന്നെ മീൻ നന്നാക്കാനും അതുപോലെ പച്ചക്കറികൾ കറി വയ്ക്കാനും ഒക്കെ എന്നെ പഠിപ്പിച്ചു തരുമായിരുന്നു കൂടെ നിന്നിട്ട്. പിന്നെ തേങ്ങ അരയ്ക്കാനൊക്കെ വീട്ടിൽ മീൻ കറിയൊക്കെ വയ്ക്കണത് മുളക് അരച്ചിട്ടാണ്. ഉണക്കമുളക് അരച്ച് കുറച്ച് മാത്രം തേങ്ങ അരച്ചിട്ടാണ് കറി വയ്ക്കുക. നല്ല എരിവ് കഴിക്കണ ആൾക്കാരായിരുന്നു വീട്ടിൽ. നിർബന്ധമാണ് വീട്ടിൽ അച്ഛൻ്റെ അച്ഛന് ഭയങ്കര വാശിയും ദേഷ്യവും ഒക്കെ ഉള്ള ഒരാളായിരുന്നു. മരുമക്കളെ ഒരുപാട് സ്നേഹമാണ് ആൾക്ക്. എന്നാൽ ആൾ 2 അടിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, മദ്യപിച്ച് കഴിഞ്ഞാൽ ആൾ ദേഷ്യക്കാരനുമാണ്. എന്നാൽ കെട്ടിറങ്ങി കഴിയുമ്പോൾ മരുമക്കളും പേരക്കിടാങ്ങളെന്ന് പറഞ്ഞാൽ ജീവനുമാണ് ആൾക്ക്. അങ്ങനെ കുട്ടിക്കാലത്ത് കുറേ അനുഭവങ്ങളുണ്ട്. ഞങ്ങളുടെ അമ്മ പോയിട്ട് ഇപ്പോൾ ഒരു 1.5 വർഷം കഴിഞ്ഞു. അമ്മ ഇല്ലാതായപ്പോഴാണ് ഞങ്ങൾ ഒരുപാട് വിഷമങ്ങൾ അറിയണത്. ഇപ്പോൾ ഓരോ കറി കഴിക്കുമ്പോഴും നമ്മൾ വയ്ക്കുമ്പോഴും ആ ഒരു രീതി എനിക്ക് കിട്ടണില്ല. അമ്മ വയ്ക്കുന്ന അതേ ടേസ്റ്റ് എനിക്ക് കിട്ടുന്നില്ല. അമ്മയുടെ കൈപ്പുണ്യം എന്ന് പറഞ്ഞാൽ ഭയങ്കര ഒരു അസാധ്യമായിട്ടുള്ളൊരു കൈപ്പുണ്യമായിരുന്നു. പല കറികൾക്കും പല പലഹാരങ്ങൾക്കും അങ്ങനെ എല്ലാനും അമ്മ അത് വയ്ക്കുമ്പോൾ ഒരുപാട് സ്നേഹത്തോടെ വിളമ്പി തരുമ്പോൾ നമ്മൾ അറിയാതെ തന്നെ അതിൻ്റെ ഭക്ഷണമൊക്കെ ചോറൊക്കെ തിന്നുമായിരുന്നു. പിന്നെ ഞാനാണെങ്കിൽ ഭയങ്കര സൗഭാഗ്യത്തിലായിരുന്നു വളർന്നതൊക്കെ. കാരണം കുട്ടിക്കാലത്ത് എൻ്റെ വീട്ടിൽ എൻ്റെ വലിയച്ഛന് 3 ആൺമക്കളും ഞാനും എൻ്റെ അനിയനും മാത്രമാണുള്ളത്. അപ്പോൾ ആകെ ഒരു പെൺകുട്ടി ഉണ്ടാവണത് ഞാൻ മാത്രമേ ഉള്ളൂ. അപ്പോൾ എന്നെ തലയിൽ വെച്ചാൽ പേനരിക്കോ, താഴെ വെച്ചാൽ ഉറുമ്പരിക്കോ, അങ്ങനെയുള്ളൊരു ഇതിലാണ് എന്നെ വളർത്തിക്കൊണ്ട് വന്നത്. ശരിക്കും ഒരു രാജകുമാരിയുടെ പോലെ തന്നെയായിരുന്നു ഞാൻ. എന്താഗ്രഹം പറഞ്ഞാലും എനിക്കെല്ലാവരും സാധിച്ചു തരുമായിരുന്നു. അങ്ങനെയുള്ളൊരു ഞാനായിരുന്നു. പക്ഷേ ഇന്ന് ഞാൻ എൻ്റെ മക്കൾക്ക് വേണ്ടിയിട്ട്, എനിക്ക് 3 കുട്ടികളുണ്ടായപ്പോൾ എൻ്റെ പല പല ആഗ്രഹങ്ങളും ഞാൻ മാറ്റിവെച്ചു. പല ഇഷ്ടങ്ങളും അവരുടെ ഇഷ്ടങ്ങൾ നടക്കാൻ വേണ്ടിയിട്ട് മാറ്റിവെച്ചു. പക്ഷെ ഞാൻ എന്തെങ്കിലും ആഗ്രഹിക്കുമ്പോൾ എൻ്റെ ഹസ്ബൻഡ് അമ്മയുടെ പോലെയോ, ചില സമയം അമ്മയാകും, ചില സമയം അച്ഛനാകും, ചില സമയം ചേട്ടനാകും. അങ്ങനെ പല ഇതിലാണ് ആളെ കൊണ്ട് പറ്റണ പോലെയൊക്കെ എനിക്ക് ചെയ്തു തരുമായിരുന്നു. ഇപ്പോൾ നമ്മുടെ ഈ കറിയൊക്കെ വയ്ക്കുമ്പോൾ എനിക്ക് അമ്മേനെയാണ് ഓർമ്മ വരിക. കറി വയ്ക്കുമ്പോൾ മാത്രമല്ല കേട്ടോ, ഞാനിരിക്കുമ്പോഴും നിൽക്കുമ്പോഴും എന്ത് ചെയ്യുമ്പോഴും അമ്മ എന്നോട് പറഞ്ഞ കാര്യങ്ങളും ഒക്കെയാണ് എനിക്ക് ഓർമ്മകളിലുള്ളത്. ഇപ്പം അമ്മ ഇല്ലാതായപ്പോൾ എല്ലാവർക്കും പിന്നെ അമ്മയെന്ന് വിളിക്കാൻ ആരില്ല. പക്ഷെ ഞങ്ങളുടെ വലിയച്ഛൻ്റെ വീട്ടിലെ അമ്മയുണ്ട്. വിളിക്കാനും ഓടിച്ചെല്ലാനും എല്ലാവരും ഞങ്ങൾക്ക് അമ്മയുണ്ട്. വലിയച്ഛൻ്റെ വീട് എന്നുള്ളൊരു ഇല്ല ഞങ്ങൾക്ക്. വലിയച്ഛൻ വീട് പണിതപ്പോഴും ഇത് നമ്മുടെ വീടാണ് എന്നാണ് ഞങ്ങളോട് പറഞ്ഞിട്ടുള്ളത്. അത് അന്നും ഇന്നും മാറ്റങ്ങളൊന്നുമില്ല, ഇന്നും അങ്ങനെ തന്നെ. അപ്പോൾ
ഈ ഒരു വീഡിയോ ഇഷ്ടമാണെങ്കിൽ എല്ലാവരും എനിക്ക് സപ്പോർട്ട് ചെയ്യണം.